എന്തേ പറ. ഇന്ന് ആക്ച്വലി എനിക്ക് പോകാനൊരു ബസ് വന്നു പോയതാ. മനഃപൂർവ്വം കയറാതിരുന്നതാ. എന്തിന്? നിന്നെ ഒന്നും കൂടെ കാണാൻ. നീ മോളിൽ താഴേക്ക് വരാമല്ലോ. നീ SM പാസ്സായതല്ലേ? പിന്നെ എന്തിനാ അതെടുത്ത് വെച്ചിരിക്കണേ? നമ്മള് ഫസ്റ്റ് ബ്രേക്കപ്പ് ആയിട്ട് പാച്ചപ്പ് ആയില്ലേ? അപ്പൊ നീ എന്നെ ഇത് പഠിപ്പിച്ചിരുന്നു. ആരും ഓർമ്മക്കൊണ്ട് വെറുതെ വെച്ച. ഇതെന്തിനാ? നീ എൻ്റെ കൂടെ ഉണ്ടാവാൻ. കുഴപ്പമുണ്ടോ? എന്നാ അതെൻ്റെ ഇരിക്കട്ടെ. ഞാൻ വേറെ മേടിച്ചു വലിക്കും. എന്നാലും ഇത് വലിക്കില്ലല്ലോ. പോണ്ടേ? ഒരു ചായ കുടിക്കാനുള്ള സമയമുണ്ട്. വേണോ? ഈ ചായ ഞാൻ പൊളിക്കും. നമ്മ പോയി ചായ ഉണ്ടാക്ക. ഓക്കേ. ചായ കൊള്ളാം. അച്ഛൻ ഭയങ്കര ചായടിക്കാരനായിരുന്നു. മൂപ്പർക്ക് നാദാരത്തൊരു പീടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കമ്മ്യൂണൽ പ്രശ്നമൊക്കെ വന്നത് പൂട്ടി. ഞാനും ഏട്ടനും സ്കൂളും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവിടെ തന്നെ ഇരിക്കാറ്. ഏട്ടനെപ്പോഴും ചെന്നൈ തന്നെയല്ലേ? ആ. കല്യാണം കഴിയുമ്പോൾ എല്ലാവരും മാറും. വി ഷുഡ് ഗിവ് ദം ദ സ്പേസ്. വീട്ടിൽ വരാത്താണ് അവൻ്റെ സ്പേസ്. ഒരു കൊല്ലമായിട്ട് അവൻ അച്ഛനും അമ്മയും കാണാൻ വന്നിട്ടില്ല. അവരുടെ പ്രശ്നങ്ങൾ അവൻ കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ? നീ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്നെക്കൊണ്ടിപ്പോൾ പറ്റാത്തോണ്ടല്ലേ. നീ ഓവർ തിങ്ക് ചെയ്യുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ചേട്ടൻ ചെന്നൈയിലേക്ക് വരാൻ പറഞ്ഞാലേ ഒന്ന് പോയി നോക്ക്. ചിലപ്പോൾ എല്ലാം ശരിയാവും. ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട വന്നാലും ഞാൻ ഏട്ടൻ്റെ അടുത്തോട്ട് പോകില്ല. എന്നാ പോണ്ട. നീ ഒന്നും ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ കോളേജിൻ്റെ മുന്നിൽ ഒരു മൊബൈൽ ടീക്കറ്റ് ഇട്. അത് വർക്കാവും. അത് നല്ല ഐഡിയ ആണല്ലോ. ജസ്റ്റ് ബി കാം ആൻഡ് തിങ്ക്. ഇങ്ങനത്തെ കുറേ നല്ല ഐഡിയാസ് കിട്ടും. നീ എന്നെ മിസ് ചെയ്യില്ലേ? പിന്നെ കരക്പൂരൊക്കെ പോയി പുതിയ ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ നമ്മളെ പതുക്കെ പതുക്കെ അങ്ങ് മറക്കും അല്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? നിന്റെ മണം.
എൻ്റെ ക്യാരക്ടറിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്താ? ഒടുക്കത്തെ പ്ലാനിങ്. എന്ത് പ്ലാനിങ്? എപ്പോൾ പ്രഗ്നൻ്റ് ആയ കരിയറിനെ ബാധിക്കായിരിക്കും എന്ന ലൈനിലുള്ള പ്ലാനിങ്. അതൊരു കുഴപ്പമാണോ? ഇങ്ങനെ കൂടുതൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാ ഡിസാസ്റ്ററിൽ ചെന്ന് ചാടുന്നത്. പ്രത്യേകിച്ച് കൂടെ റൈറ്റ് ആൾക്കാരില്ലെങ്കിൽ. ഓ ആയിക്കോട്ടെ. ഈ ബോബിക്ക് എന്താ എന്നോട് ഇത്ര പ്രശ്നം? എന്ത് പ്രശ്നം? അവൾക്ക് എന്നെ ഇഷ്ടമല്ല. അവളുടെ ഒരു ബോഡി ഗാർഡ് കളി. അവൾ കാരണം നമ്മൾ ബ്രേക്കപ്പ് ആയത് തന്നെ. പോകുന്നതിന് മുമ്പ് പൊട്ടിക്കണം എന്ന് വിചാരിച്ചാ. നീ എന്തൊക്കെയാ ഈ പറയണേ? അവൾ എന്ത് ചെയ്തെന്നാ? അവൾക്ക് എൻ്റെ സ്വഭാവം ഇഷ്ടമല്ല, എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്, എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇഷ്ടമല്ല. നിന്റെ പൊളിറ്റിക്സുകളെ എനിക്കും ഇഷ്ടമല്ല. അതിനെന്താ പ്രശ്നം? നീ എത്ര ടൈമാ വേസ്റ്റ് ചെയ്യണേ? ആക്ച്വലി നമ്മുടെ ക്ലാസ്സിൽ നിന്റെ അത്ര ടാലൻറ്റഡ് ആയിട്ട് ആരുമില്ല. ബട്ട് യു ഡോണ്ട് ഹാവ് ഫോക്കസ്. ടാലൻറ്റ് ഒന്നാം ഘട്ടം. ചൂടായാലും ബാക്കിയില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ. പറ. ഇനിയിപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് സപ്ലിയൊക്കെ എഴുതിയെടുത്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് പാസ്സാൻ പറ്റില്ലെന്നാണോ? പാസ്സാവേണ്ട കാര്യമില്ല എന്ന്. യു ആർ നോട്ട് മെൻറ്റ് ഫോർ ദിസ് കോളേജ്. യു ഷുഡ് ബി ഇൻ ആർട്സ്, മ്യൂസിക്, ഫിലിംസ്, കുക്കിംഗ്, അങ്ങനെ എന്തെങ്കിലും. ഇതെന്തൊരു കഷ്ടമായത്? ബെറ്റ് വെക്കണോ? സെപ്റ്റംബറിൽ 31 പേപ്പർ ഞാൻ ക്ലിയർ ചെയ്യും. കാണണോ? എന്നിട്ട് എന്നെ പോലെ പഠിച്ച എഞ്ചിനീയറായി ഒരു ക്യൂബിക്കിളിൽ ലൈഫ് ലോങ് വർക്ക് ചെയ്യോ നീ? കുറേ ഗ്രേറ്റ് ഫിലിംസ് കണ്ടപ്പോൾ ഒരു ഫിലിം മേക്കർ ആവാൻ പറ്റില്ല എന്നുള്ള റിയലൈസേഷൻ ഉണ്ടായില്ലേ? ആ റിയലൈസേഷൻ മതി ടു ഡു വാട്ട് എവർ യു വോണ്ട്. ഇതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന കോളിംഗ് അല്ല വിശാൽ. നിനക്ക് എന്താ അത് മനസ്സിലാവാത്തത്? ലൈഫിലായാലും കരിയറിലായാലും എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കായി പോകുന്നൊരവസ്ഥ എല്ലാവർക്കും വരും. യു ഷുഡ് ജസ്റ്റ് മേക്ക് എ കോൺഷ്യസ് ഡിസിഷൻ ആൻഡ് മൂവ് ഓൺ. ഇല്ലെങ്കിൽ നീ പെട്ടുപോകൂടെ. നിന്നെപ്പോലെ എംടെക്കും കിട്ടി ജോലിയും കിട്ടി ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്നെ ഉപദേശിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എൻ്റെ സിറ്റുവേഷൻ കൂടി നീ മനസ്സിലാക്കണം. നിനക്ക് ലൈഫിൽ എന്താ വേണ്ടത് നീ തീരുമാനിക്കും. എനിക്ക് നിന്നെ വേണ്ടത്. കിട്ടുമോ? എല്ലാവർക്കും ഉപദേശിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഫോളോ യുവർ ഡ്രീംസ്, ഫോക്കസ് ഓൺ യുവർ ഗോൾ. മണ്ണാൻ കെട്ടാ മാങ്ങാ തൊലി. നിന്റെ ഈ ടെമ്പറമെന്റ് ആണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ there was a sense of calmness. അത് കണ്ടിട്ടാണ് എനിക്ക് ഇഷ്ടമായത്. ഇതൊരു മാതിരി എൻ്റെ അച്ഛൻ്റെ അതേ സ്വഭാവം. ഇനി നീ നിന്റെ അച്ഛനും കൂടെ ഒക്കെ തന്നെ. അതിൻ്റെ കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. പോവാം. നീ ഇത് പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ എന്തിലാ ഫോക്കസ് ചെയ്യണ്ടേ? വിടു വിശാൽ. ഞാൻ എന്തിലാ ഫോക്കസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. കൈ വിടു വിശാൽ.